ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉറക്കെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മളുടെ മിറാക്കിൾ റൊസാരി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം തുടങ്ങാൻ ആഗ്രഹിച്ച സമയം മുതൽ ഒരുപാട് തടസ്സങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു വചനം തന്നു കർത്താവ്, ആ വചനം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും, കർത്താവ് നമ്മളെ ഒരു ആത്മീയമായ ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ മെസ്സേജ് കിട്ടി. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയം മുതൽ അസ്വസ്ഥതകളാണ്. ഈ അസ്വസ്ഥതകൾ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ഒരു 3-4 ദിവസം മുമ്പ് ഇതിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഒരു വലിയ പാമ്പ് ഇങ്ങനെ കുറുകെ കെടുക്കാണ്. നമ്മൾ ഇറങ്ങി ഓടിപ്പിക്കാൻ നോക്കിയിട്ട് ഈ പാമ്പ് പോണില്ല. അവിടുന്ന് അന്തിക്കാട് ഞാനും ജോണിയും കൂടിയിട്ട് പോരുന്ന സമയത്ത് നമ്മൾ ഈ തൈലൊക്കെ വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ച് വരുന്ന വഴിയിൽ ഒരു വലിയൊരു പാമ്പ് ഇങ്ങനെ വെള്ളിക്കട്ടൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക, തട്ടിയിട്ട് വരെ അത് പോണില്ല. അപ്പൊ എന്നിട്ട് ജോണി പറഞ്ഞു, പക്ഷേ കാറ് കയറ്റിയാലോ? ഞാൻ പറഞ്ഞത് കാറ് കയറ്റണ്ട, വെയിറ്റ് ചെയ്യാം. 10-15 മിനിറ്റ് നേരം അതങ്ങനെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അതിങ്ങനെ വെള്ളത്തിന്റെ ഇടയോടെ ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ വലിയൊരു അസ്വസ്ഥത വന്ന് ശാരീരികമായിട്ട് എൻ്റെ വോക്കൽ കോഡൊക്കെ പോയി, അതിലിങ്ങനെ ഇൻഫെക്ഷനായി. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചാലക്കുടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അച്ഛാ ഇനി 1 മാസത്തേക്ക് അച്ഛൻ മിണ്ടരുത്, അതിന് വേണ്ടി ഒരു മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു മരുന്നൊക്കെ തന്നു. മിണ്ടാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഈ ശുശ്രൂഷ ഇങ്ങനെ ഓൾറെഡി ഡിസൈൻ ചെയ്തത് പരിശുദ്ധ അമ്മയാണ്. അപ്പൊ എനിക്ക് നീ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ തന്നു. ആ മരുന്ന് തന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അച്ഛൻ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അച്ഛൻ ഉറങ്ങിപ്പോകുന്നുള്ളത്. സ്നേഹമുള്ളവരെ, പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരാഴ്ചയായിട്ട് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു 11 മണി കഴിഞ്ഞ് ഞാനിങ്ങനെ കിടക്കാൻ തുടങ്ങുന്ന സമയം മുതൽ എന്നെ ഇങ്ങനെ ആരോ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഉറക്കമില്ലാത്ത അവസ്ഥ. ഇന്നലെ എനിക്ക് അത്ഭുതം തോന്നി. ഇത് ബ്രദർ, ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ജോയ് ബ്രദർ പുലർച്ചെ 2:30 വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഉറങ്ങിയിട്ടില്ലല്ലോ, വായോ. പിന്നലെ ഞങ്ങൾ പൊന്നൂക്കര പള്ളിയിലായിരുന്നേ. ബ്രദർ നല്ല രാത്രി വന്നതാ. അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 മണി 4 മണി വരെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് 5 മണിയായി കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണാട, ഈ ബൈബിൾ വായിക്കാനുള്ള കണ്ണാട, ഇന്ന് രാവിലെ അത് മുഴുവൻ ഇങ്ങനെ പൊട്ടി തകർന്ന് എടുക്കുകയാണ്. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വായിക്കാനുള്ള തടസ്സം പോലെ നിൽക്കും. ഇവിടെ കയറി വന്നപ്പോൾ എല്ലാം സജ്ജീകരണമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ സൗണ്ട് സിസ്റ്റം നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, ലൈറ്റ്, LED വാള്, ഇതൊക്കെ. പക്ഷെ നിങ്ങൾക്ക് അറിയാം, മഴ വരുന്നു, പ്രകൃതിക്ഷോഭം എന്ന് പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നു, ഇതൊക്കെ ട്രിപ്പായി പോണു. അങ്ങനെ ഭയങ്കര തടസ്സങ്ങളാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാറുള്ളത്, എന്നെ സംബന്ധിച്ച് ആദ്യം തോന്നാറുള്ളത് ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ ആ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇതിങ്ങനെ കറണ്ട് മുഴുവൻ പോയപ്പോൾ അച്ഛാ പേടിക്കേണ്ട, അത് ചെറിയ ഫീസ് പോയതാ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇനി അച്ഛന് ടെൻഷനാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ടെൻഷനും ഈ അസ്വസ്ഥതയുമാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. നല്ലൊരു കൈയ്യടി കൊടുത്തേ നിങ്ങള്. നമ്മൾ വിചാരിക്കും എല്ലാം ഓർഡർ ആയിട്ടാണ് ഈ കാര്യം നടത്താന്നുള്ളത്. അതല്ല. എന്ന് പറഞ്ഞാൽ മാർക്കോസിന്റെ സുവിശേഷത്തില് 4-ാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ആ നടുക്കടലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു കാറ്റ് വന്ന് വീശല്ല ഉണ്ടായത്. ഞങ്ങളെ ബ്രദർ ഇപ്പൊ സമയത്ത് പറയായിരുന്നു, ചെറിയ കാറ്റല്ല, വലിയ കാറ്റ്. ഈ വഞ്ചി മുഴുവൻ ഇങ്ങനെ തകർക്കുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ കാറ്റ് വന്നിട്ട് അതിങ്ങനെ. അപ്പൊ അതെന്തിനാ അങ്ങനെ വന്നിരിക്കുന്നേ? അത് കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിന്റെ രഹസ്യം കെടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4-ാം അധ്യായത്തിൽ കടന്നു കഴിഞ്ഞാൽ 5-ാം അധ്യായത്തില് സകല പൈശാചിക ബന്ധനങ്ങളെ ഈശോ മോചിപ്പിക്കുന്നതാണ് തിരുവചനം. എന്നിട്ട് ഈ ഒരു വചനം തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അസ്വസ്ഥതയും ഈ കാറ്റും ഈ പേമാരിയും ദുരന്തങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോവാനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സ്നേഹമുള്ളവരെ, അതിന് നമുക്ക് ഒരുക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ജോജു അച്ഛനാണ്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആത്മീയ ശുശ്രൂഷ നമ്മൾ തുടങ്ങാൻ വിചാരിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ, അച്ഛൻ്റെ പള്ളിയുടെ അടുത്താണ്, പക്ഷേ ജോജു അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ പ്രാർത്ഥിച്ചൊരുങ്ങി കുറേ ശുശ്രൂഷകളാണ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛാ നമുക്കത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫൊറോന വികാരിയച്ഛനാണ്. അപ്പം നമുക്ക് അച്ഛൻ്റെ ഒരു കീഴില് നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇടയന്റെ അഭിഷേകമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ജോജു അച്ഛൻ്റെ നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ജോജു അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. നല്ലൊരു തീപ്പൊരി കയ്യടിയോടുകൂടെ അച്ഛനെ ഈ ഒരു കാര്യമൊക്കെ നമുക്ക് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അച്ഛനെ ക്ഷണിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയിൽ പ്രിയമുള്ള സ്റ്റാർസ്നച്ച പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട് നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നതിന്. പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതാണെന്ന് എനിക്ക് അറിയാം. കാരണം ആരുടെയും നിർബന്ധമോ ആരുടെയും അല്ലെങ്കിൽ ഒരു പലരുടെയും നിർബന്ധ ബുദ്ധിയാൽ വന്നവരല്ല നിങ്ങൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ വരില്ലായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അമ്മയോട് കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമ്മളായിരിക്കുന്നു. വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ആത്മീയ വിരുന്നിൻ്റെ സന്തോഷദായകമായ ഈ ദിവസമാകട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് സ്റ്റാർസ്നച്ചൻ എന്നെ നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. കാരണം ഒരുപക്ഷെ നമ്മളിവിടെ വരുമ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ എന്താ പറയുക, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും, മഴയില്ല, നല്ല വെയിലില്ല, മഴയില്ല, നല്ല കാറ്റാണ്, അല്ലെങ്കിൽ ഇവിടെ വരുന്നു നല്ല എല്ലാം ഭംഗിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനങ്ങ് മതിമറന്നു പോകും. ഇത് നമുക്ക് തമ്പുരാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു അടയാളങ്ങളൊക്കെ കാണിച്ചു തരുന്നു. അടയാളങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എന്തു തന്നെ ആയാലും ഇത് ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. പൈശാചിക ബന്ധനങ്ങൾക്കെതിരെ പടപൊരുതുമ്പോൾ നമുക്കറിയാം അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഇത് പുളിമാവാണ്. അല്പം പുളിപ്പ് മാവിനെ മൊത്തം പുളിപ്പിക്കും, അല്ലേ? മാവല്ല വന്നേക്കണേ, പുളിപ്പാണ് വന്നിരിക്കുന്നത്. ഇനി ഈ പുളിപ്പാണ് നിങ്ങളെല്ലാവരെയും പുളിപ്പിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ഈ ഒരു ആശയം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെതായ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാകും. എങ്കിലും വേറെ ഒരു തലത്തിലേക്ക് അച്ഛൻ ഇത് ഷെയർ ചെയ്യുന്നത് എന്നോടാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അന്ന് ഒരു ചെറിയ ഞങ്ങളുടെ അച്ഛന്മാർക്ക് മാത്രമുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഇവിടെ അടുത്തൊരു പള്ളിയിൽ ഒരുമിച്ച് കൂടും. അങ്ങനെ ആ പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞ് വരണ സമയത്താണ് അച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും പിന്നീട് അച്ഛൻ എന്നെ ഫോൺ വിളിച്ച് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ഒത്തിരി സന്തോഷം തോന്നി. ശരിക്കും അമ്മ നമ്മുടെ കൂടെയുണ്ട്. അപ്പം അന്ന് മുതലേ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ എല്ലാവരും ഒരുങ്ങുകയാണ്. ഈ ഇടവകയിലുള്ളവരെല്ലാവരും ഒരുങ്ങുന്നു. നമുക്ക് നല്ല ദൈവത്തോട് നന്ദി പറയാം. ഈ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അച്ഛൻ നേരുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കർത്താവേ, ഈ ദൈവിക ശുശ്രൂഷയുടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവേ, ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലോ ഞങ്ങളുടെ ഹൃദയത്തിലോ ഞങ്ങളുടെ കാര്യങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ നാമത്തിൽ എടുത്തു മാറ്റി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ വർഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. കർത്താവെ, ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ. വലിയ ദൈവാനുഗ്രഹത്തിനായിട്ട് സ്റ്റാർസ്നച്ചനെ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല അന്തരീക്ഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേൾക്കാനായിട്ട് ഏറ്റവും ശാന്തമായിരിക്കാനായിട്ട് നമ്മുടെ
മൈക്ക് സിസ്റ്റത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വൈദ്യുത ക്രമീകരണത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എല്ലാവരിലും ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവാത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെല്ലാം ഏറ്റു പറയാം, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറയാം, നമ്മുടെ രോഗങ്ങളെല്ലാം ഏറ്റു പറയാം. കാല് വരെ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് അച്ഛനോട് ചേർന്ന് നമുക്ക് പ്രിയ ബഹുമാനപ്പെട്ട ജോജു അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫൊറോനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫൊറോനയിലുള്ള വൈദികരെ സമർപ്പിക്കുന്നു, അച്ഛനെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകളെ സമർപ്പിച്ച് കൈകളടിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക കാറ്റ് വീശട്ടെ എന്ന് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കാം. രോഗങ്ങൾ, ദുരിതങ്ങൾ എല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കും. രോഗം, ദുരിതം, ശാപം മണ്ണിൽ ഇടയായി തല്ലും നേരം തീയായി മഴയായി കാറ്റായി പെയ്യൂ റൂഹായേ നീ വേഗം. രോഗം, ദുരിതം, ശാപം മണ്ണിൽ ഇടയായി തല്ലും നേരം തീയായി മഴയായി കാറ്റായി പെയ്യൂ റൂഹായേ നീ വേഗം. മറിയത്തിൻ പ്രിയനേ പരിശുദ്ധാത്മാവേ തീനാവായി എന്നിൽ വന്ന് കത്തിപ്പടരണമേ. മറിയത്തിൻ പ്രിയനേ പരിശുദ്ധാത്മാവേ തീനാവായി എന്നിൽ വന്ന് കത്തിപ്പടരണമേ. ജ്ഞാനത്തിൻ കൃപകൾ നീ ഞങ്ങളെ മുദ്രിതരാക്കണമേ. പുതുജ്ഞാനത്തിൻ കൃപകൾ നീ ഞങ്ങൾ കേൾക്കണമേ. ദൈവയാലെ ഞങ്ങളെ നീ മുദ്രിതരാക്കണമേ. പുതുജ്ഞാനത്തിൻ കൃപകൾ നീ ഞങ്ങൾ കേൾക്കണമേ. ദൈവയാലെ ഞങ്ങളെ നീ മുദ്രിതരാക്കണമേ. പുതുജ്ഞാനത്തിൻ കൃപകൾ നീ ഞങ്ങൾ കേൾക്കണമേ. ദൈവയാലെ ഞങ്ങളെ നീ മുദ്രിതരാക്കണമേ. എല്ലാവരും റൂഹായെ വിളിക്കുന്നത്. റൂഹായെ, റൂഹായെ, റൂഹായെ. ആത്മാവേ വന്ന് നിറയണമേ, വന്ന് നിറയണമേ, വന്ന് നിറയണമേ. മക്കളെ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഈ ദൈവകൂടാരത്തിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. സ്നേഹന്മാർക്ക് അഭിഷേകം പകരും പരിശുദ്ധാത്മാവേ. ഉണർവിൻ കാറ്റായി ആദിമസഭയിൽ നിറഞ്ഞു കവിഞ്ഞൊരാത്മാവേ. സ്നേഹന്മാർക്ക് അഭിഷേകം പകരും പരിശുദ്ധാത്മാവേ. ഉണർവിൻ കാറ്റായി ആദിമസഭയിൽ നിറഞ്ഞു കവിഞ്ഞൊരാത്മാവേ. നിൻ ജീവനാളം എന്നിൽ തെളിയണേ. സ്വർഗരാജ്യ മഹിമ എന്നിൽ നിറയ്ക്കണേ. നിന്നാത്മധൈര്യം എനിക്കേകണേ. എന്നാത്മമിത്രമായി വാഴണേ. ജ്ഞാനത്തിൻ കൃപകൾ നീ ഞങ്ങൾ കേൾക്കണമേ. ദൈവയാലെ ഞങ്ങളെ നീ എല്ലാ കൃപകളും നിറയട്ടെ. സകല കൃപകൾ നീ ഞങ്ങൾ കേൾക്കണമേ. ദൈവയാലെ ഞങ്ങളെ നീ മുദ്രിതരാക്കണമേ. പുതുജ്ഞാനത്തിൻ കൃപകൾ നീ കൈകളടിച്ച് കൈവടിച്ച് പരിശുദ്ധാത്മാവിനെ മുദ്രിതരാക്കണമേ. പുതുജ്ഞാനത്തിൻ കൃപകൾ നീ ഞങ്ങൾ കേൾക്കണമേ. ദൈവയാലെ ഞങ്ങളെ കാലുകൾ ചലിപ്പിച്ച് പെന്തക്കോസ്ത, വലിയ പെന്തക്കോസ്ത. യേശുവേ, യേശുവേ, മേരി സുതരാം ഞങ്ങൾക്കേകു വരദാനത്തിൻ ചൈതന്യം. യുഗാന്ത്യനാളിലെ വിധിയിൽ ഞങ്ങളെ ചേർത്തു നിർത്തണേ കൃപയാലെ. കരങ്ങൾ ഉയർത്തി. റൂഹായേ, റൂഹായേ, രോഗം, ദുരിതം, ശാപം മണ്ണിൽ കൈകളടിച്ച്, തല്ലും കൈകളടിച്ച്, നേരം കൈകളടിച്ച്. മഴയായി കാറ്റായി പെയ്യൂ റൂഹായേ നീ വേഗം. മറിയത്തിൻ
പ്രിയനേ പരിശുദ്ധാത്മാവേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ മറിയത്തിൻ പ്രിയനേ പരിശുദ്ധാത്മാവേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ മറിയത്തിൻ പ്രിയനേ പരിശുദ്ധാത്മാവേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ മറിയത്തിൻ പ്രിയനേ പരിശുദ്ധാത്മാവേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ 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 മറിയത്തിൻ പ്രിയനേ പരിശുദ്ധാത്മാവേ ഈ നാവായി എന്നിൽ വന്നു 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 കത്തിപ്പടരണമേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ ഈ നാവായി എന്നിൽ വന്നു കത്തിപ്പടരണമേ 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 എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, അതരം തുറന്ന് സ്തുതിക്കട്ടെ. വിശുദ്ധ ബെനഡിക്റ്റിന്റെ വലിയ സംരക്ഷണത്തോടുകൂടെ കൊറോണ വികാരിയച്ഛൻ ഇപ്പോൾ ബന്ധന പ്രാർത്ഥനയിലൂടെ ഈ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് കുരിശ് ഇപ്പോൾ കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് സകല ദുരാത്മാക്കൾ, അന്തരീക്ഷ ശക്തികൾ, നെഗറ്റീവ് എനർജികൾ വിട്ടുമാറി ആത്മാവിന്റെ അഭിഷേകം മറിയത്തിന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ, എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ, എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ, ശാരീരികമായ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ, അവിടുത്തെ തിരുശരീരത്തിന്റെ യോഗ്യതയാൽ, പൗരോഹിത്യത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന കർത്താവേ, ഈശോയുടെ നാമത്തിൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈ പരിസരത്ത് നിന്ന്, ഈ പരിസര പ്രദേശത്ത് നിന്ന് വിട്ടുപോകട്ടെ കർത്താവേ. കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടി പായിക്കുന്ന കർത്താവേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുശരീരത്താൽ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറി ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളോട് കൂടെയുണ്ട്. ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും, എല്ലാ സന്തോഷങ്ങളും, എല്ലാ വിശുദ്ധിയും അമ്മയ്ക്ക് കാഴ്ചവെക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്ത് ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന് നല്ലൊരു കൈഡി കൊടുക്കാം. നമ്മുടെ ഈ ആദ്യ സമയം തന്നെ വലിയൊരു അഭിഷേകത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ജോജു പനക്കലച്ചന് വേണ്ടി നമുക്ക് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്നായിട്ടൊന്ന് കൈയടിച്ച് നമുക്ക് നന്ദി പറയാം.